SNDP യൂണിയൻ സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടുനിന്ന കലോത്സവം സമാപിച്ചു. പ്രശസ്ത സിനിമാ മിമിക്രി താരം സാജു നവോദയ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. SNDP കുന്നത്തുനാട് യൂണിയൻ സംഘടിപ്പിച്ച കലോത്സവം 2025 സമാപനം. മെയ് 23 വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണവും പ്രശസ്ത സിനിമാ മിമിക്രി താരം സാജു നവോദയ ഉദ്ഘാടനം ചെയ്തു. പിന്നെ നമ്മുടെ കലാപരിപാടി പങ്കെടുക്കുന്ന മക്കളോടൊരു കാര്യം കൂടി പറയാം. നമ്മളെപ്പോഴും എന്ത് കലയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും എന്താണെങ്കിലും പഠിപ്പുള്ള കലാകാരനാകുക, പഠിപ്പുള്ള കലാകാരിയാകുക. വിദ്യാഭ്യാസം പ്രൈമറി സെക്കൻഡറി ആയിരിക്കണം, ബാക്കിയെല്ലാം. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ ഞാൻ ഫസ്റ്റാണ്. പഠിക്കാനല്ല, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. റോഡ് ക്രോസ് ചെയ്ത സ്കൂളാണ്. പക്ഷെ എൻ്റെ ചേട്ടൻ ആ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. എല്ലാ വർഷവും കലാപ്രതിഭയാണ്. എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ 8ൽ നിന്ന് 9ലേക്ക് ജയിച്ചപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ പഠിച്ച ക്ലാസ്സിലേക്ക് ജയിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ പഴയ ക്ലാസ് ടീച്ചർ എനിക്ക് ക്ലാസ് ടീച്ചറായിട്ട് വന്നു. ഞാൻ നേരെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. എന്നെ കണ്ടപ്പോൾ ടീച്ചർ വിളിച്ച് സുരേഷിൻ്റെ ഞാനില്ലേ ഫ്രണ്ടിൽ വാന്ന് പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നിയത് അന്ന് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നപ്പോഴും പിന്നെ ആദ്യമായിട്ട് ദുബായിൽ ഇറങ്ങിയപ്പോഴുമാണ്. പക്ഷെ അന്നത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. താടിക്ക് കൈ കൊടുത്തിട്ട് ഫ്രണ്ട് ഇരുന്നത് ടീച്ചർ കട്ടിങ് നോക്കിയാൽ മതി. ടീച്ചർ ചോദ്യം ചോദിക്കില്ല, ശ്രദ്ധിക്കുന്ന പിള്ളേരാന്ന് ഓർത്തിരിക്കും. ഞാനും അങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്ന് ഒരു കുഴപ്പമില്ലാതെ എക്സാം വരെ എല്ലാം പോയി. ആ എക്സാം സമയത്ത് എല്ലാവരും നന്നായിട്ട് എഴുതണം, ഞാൻ മാത്രം ഇന്ന് കബഡി വരച്ചുകൊണ്ടിരിക്കുകയും. അപ്പം എൻ്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞു, എടാ പേപ്പർ ഒന്ന് എന്നെ എഴുതിയിട്ട് തരാൻ തന്നെ. ഞാൻ തരലെന്നു. ഈ പാവത്തിനെ പറഞ്ഞ് പറ്റിച്ച് അവൻ്റെ പേപ്പർ മേടിച്ച് നീറ്റായിട്ട് ഞാൻ എഴുതിയിട്ട് അവൻ്റെ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ കണ്ടു. ടീച്ചർ പറഞ്ഞു, സാജു പഠിച്ചെങ്കിൽ അവിടെ വെച്ചാൽ മതി, ആ കൊച്ചിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവൻ അതിന് മാത്രം തോറ്റും പോയി. ഞാൻ അതിന് നല്ല മാർക്കിൽ ജയിക്കുകയും ചെയ്തു. KK കർണൻ, KA ഉണ്ണികൃഷ്ണൻ, അനിൽ വളയഞ്ചിറങ്ങര, TN സദാശിവൻ, സുനിൽ പാലിശ്ശേരി, ബിബിൻ കോട്ടക്കുടി, ബിജു വിശ്വനാഥൻ, ജയൻ പാറപ്പുറം, മുരളി ചാലക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്കൽ ശാഖ ഓവറോൾ ഫസ്റ്റ് പ്രൈസും വളയഞ്ചിറങ്ങര ശാഖ 2ാം സ്ഥാനവും വടയമ്പാടി ശാഖ 3ാം സ്ഥാനവും നേടി. ഷാജിനെ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഷാജി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. പാഷാണം ഷാജി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു പോരായ്മ ഉണ്ടെന്നാണ് പുള്ളിയുടെയും അഭിപ്രായം. പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വരുമെന്നാണ് പുള്ളി പറയണേ. എന്തായാലും ഒരു കാര്യം, ഇവിടെ പങ്കെടുത്ത മുഴുവൻ നമ്മുടെ ശാഖകളിലെ കുടുംബങ്ങളിലെ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളും നമ്മുടെ കുറേ നാളായി കലോത്സവം നടത്താൻ സാധിക്കാതെ ഈ വർഷം നമുക്ക് നടത്താൻ എല്ലാവരുടെയും ഒരു വലിയൊരു തീരുമാനമായിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ണികൃഷ്ണൻ എടുത്തെടുത്ത് പറഞ്ഞു, സുനിൽ പാലിശ്ശേരിയും അനിലും അതുപോലെ ശിവനും മറ്റ് നമ്മുടെ ചന്ദ്രമ ടീച്ചറും അല്ലെങ്കിൽ മോഹനി വിജയനും മറ്റ് വനിതാ സംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും സത്യനടക്കം അജയനടക്കം ഇവിടെ വഹിക്കുന്ന മുഴുവൻ ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഭംഗിയായി നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.